സ്വിംഗ് ട്രേഡിനെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ പുതിയൊരു എപ്പിസോഡാണിത്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലാണ്. കുറച്ച് ചാർട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ സെറ്റപ്പിൽ നിന്ന് മാറി ഇങ്ങനൊരു സെറ്റപ്പിലേക്ക് വന്നത്. മുഖം കുറച്ച് ഇടിച്ച് ചളിക്കിയ പോലെ കാണുന്നത് എനിക്ക് തോന്നി. കാരണം നമ്മൾ തൊട്ടടുത്ത് ക്യാമറ വെച്ചിരിക്കുന്ന കാരണം ഏറ്റവും വൈഡായിട്ടുള്ളതിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയും നമ്മളിരിക്കുന്ന സ്പേസും തമ്മിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫേസ് നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചൊന്ന് ഇടിച്ച് കളിക്കുക പോലാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ സ്വിംഗ് ട്രേഡ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വിംഗ് ട്രേഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, എങ്ങനെ നല്ലൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്നാണ്. സ്വിംഗ് ട്രേഡിനെ കുറിച്ച് വളരെ ഷോർട്ടാക്കി ഒന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് റിലയൻസ് പവറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഒരിക്കലും ഒരു ചാർട്ട് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് ഒരൊറ്റ പോക്കല്ല പോകുന്നത്. അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി താഴേക്ക് വന്ന്, മുകളിലേക്ക് പൊങ്ങി താഴേക്ക് വന്ന്, അങ്ങനെയാണ് എപ്പോഴും സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്താണ് ചെയ്യുന്നത്? ലോങ് ടൈം ഇൻവെസ്റ്റർ ആകുമ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏറ്റവും വിലക്കുറവ് കിട്ടുമ്പോൾ അവർ വാങ്ങിച്ചിട്ട് നല്ല റേറ്റ് കൂടുമ്പോൾ വിൽക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രൂപ റേഞ്ചിലൊക്കെ റിലയൻസ് പവറിൻ്റെ സ്റ്റോക്ക് കിട്ടും. അപ്പോൾ ഇന്ന് 2024 ആകുമ്പോൾ 32 ഇരട്ടിയാണ്. അതായത് ഇവിടെ 1 ലക്ഷം രൂപയ്ക്ക് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 32 ഇരട്ടി, ഏകദേശം 32 ലക്ഷം രൂപയായിരിക്കും 4 വർഷങ്ങൾ കൊണ്ട് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റർ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 3 രൂപയ്ക്ക് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 9 രൂപയാണ്. ഇത് 23 വരെ പോയിട്ടാണ് 9 രൂപ വരെ വന്നത്. അപ്പോൾ പിന്നീട് ഇത് 23 എന്ന് പറയുന്ന ഈ ഹൈ പോയിന്റ് ക്രോസ് ചെയ്യുന്നത് 2023 ഡിസംബർ 18-നാണ്. ഈ ഉണ്ടാക്കിയ 2022 സെപ്റ്റംബർ 5-ന് ഉണ്ടാക്കിയ ഒരു ഹൈ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം കാലം ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈക്ക് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ സ്റ്റോക്കിൻ്റെ ഇടയ്ക്കുള്ള ഈ സമയം ലോ പോയിട്ട് പിന്നീട് അതിൻ്റെ ആ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്ന അത്രയും ഒരു സമയം എന്ന് പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 2023 ഫെബ്രുവരി 20 എന്ന് പറയുന്ന ഒരു സമയത്ത് ഇത് നല്ല രീതിയിൽ താഴേക്ക് വന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയാം. ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇത് മുകളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അയാൾക്ക് ഇവിടെ ബൈ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഓൾ ടൈം ഹൈയോട് അടുക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കുറച്ചുകൂടെ മുകളിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഏകദേശം കുറച്ചുകൂടെ മുകളിൽ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവച്ചിട്ട് കുറച്ചുകൂടെ അയാൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് പോകാൻ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും അത് റൺ ചെയ്ത് ഇത്രയും കൂടി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ സ്വിങ്ങിലും നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റിന്, ഇപ്പോൾ ഇങ്ങനൊരു സ്വിങ് വന്നു, താഴേക്ക് വന്ന് ഇവിടെ നമ്മൾ ബൈ ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ ബൈ ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഇത് മുകളിലേക്ക് വരുന്നത് കാണുമ്പോൾ കുറച്ചൊന്ന് കയറുമ്പോൾ ഇവിടെ നമ്മൾ ബൈ ചെയ്തു, ഇവിടെ എത്തിയത് താഴേക്ക് പോകുന്ന കാണുമ്പോൾ ഇവിടെ സെല്ല് ചെയ്തു. അങ്ങനെ ഓരോ സ്വിങ്ങിനും നമ്മൾ ഓരോ ലോയിലും ബൈ ചെയ്ത് ഓരോ ഹൈയിലും വിറ്റ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ആ സ്റ്റോക്കിന് ഇടിവ് സംഭവിച്ച് അത് അതിൻ്റെ സപ്പോർട്ട് റീജിയനിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകുമ്പോൾ നമുക്ക് ബൈ ചെയ്തിട്ട് അടുത്തൊരു ഹൈ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സെല്ല് ചെയ്യാം. അല്ലെങ്കിൽ അടുത്തൊരു ഹൈ ഉണ്ടായി അത് അതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമുക്കത് ബൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ബ്രേക്ക് ഔട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന ഒരു സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സപ്പോർട്ട് സോണിൽ വന്ന് അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാൻ തുടങ്ങുന്ന ഒരു സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി ഇതിൽ സ്റ്റോക്ക് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? അതിന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക, ടോപ്പ് ലോസർ നിഫ്റ്റി 50 ലാസ്റ്റ് 1 വീക്ക്. ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോകുമ്പോൾ എക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാം. ഈ എക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്കുകളുടെ പേരിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ NSE ആണ് വേണ്ടത്. നിഫ്റ്റി 500 ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് മാറ്റി നമ്മൾ ആ ഒരു നമ്മുടെ റിസ്ക് കുറച്ചുകൂടെ ഒഴിവാക്കാൻ നിഫ്റ്റി 50 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1 ഡേ ആണ് കിടക്കുന്നത്. 1 ഡേ എന്ന് മാറ്റി 1 വീക്ക് കൊടുക്കുക. അപ്പോൾ 1 വീക്കിൽ ടോപ്പ് ലോസറായിട്ടുള്ള സ്റ്റോക്ക് ഇവിടെ ആദ്യം വന്നിട്ടുണ്ട്. അപ്പം നിഫ്റ്റി 50-ൽ ലാസ്റ്റ് 1 വീക്കിൽ ഏറ്റവും ടോപ്പ് ലോസർ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് ആണ്. ഏകദേശം 7.15% അത് താഴേക്ക് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നെസ്ലെ ആണ്. നെസ്ലെ ഇന്ത്യ ഏകദേശം 4.88% താഴേക്ക് വന്നിട്ടുണ്ട്. അത് അടുത്തത് ടാറ്റ കൺസ്യൂമർ 4.68, HUL 2.05. അപ്പോൾ നമുക്ക് ഈ താഴോട്ടുള്ള HUL ഒക്കെ 2%, 1% നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യത്തെ ഈ 3 എണ്ണം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതിൽ ആക്സിസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 7.15% താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റി 50 തന്നെ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ചിലപ്പോൾ പല സ്റ്റോക്കുകളും ഇതുപോലെ നമ്മളിപ്പോൾ നിഫ്റ്റി 500 ആണെങ്കിൽ ഇതിനേക്കാളും 20% 30% ഒക്കെ കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നിഫ്റ്റി 500 1 മന്ത് ഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെയ്മണ്ട് നമുക്ക് കാണാൻ പറ്റും 30% ആണ് ഇടിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഞ്ചൽ വൺ കാണാൻ പറ്റും 17% ആണ് അത് താഴേക്ക് വന്നിരിക്കുന്നത്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് 15% വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ താഴെ പോയി എപ്പോൾ തിരിച്ചു കയറി വരുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അതേസമയം നിഫ്റ്റി 50 സ്റ്റോക്ക് ആകുമ്പോൾ അത്യാവശ്യം നമുക്കൊരു ഉറപ്പുണ്ട് ഇതിപ്പോൾ പോയാലും 1-2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു കയറി വരും. അതിന് ഫണ്ടമെൻ്റലി വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് തിരിച്ചു കയറി വരും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി 50 എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റി 500 വേണ്ട, നിഫ്റ്റി 50 മതി. അപ്പോൾ ഇതിനകത്ത് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ബ്രോക്കറിലേക്ക് പോവുക, അതിൽ ചാർട്ട് ഓപ്പൺ ചെയ്യുക, ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് ശരിക്കും ഇടിഞ്ഞ് നിൽക്കുകയാണ് ആക്സിസ് ബാങ്കിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ആക്സിസ് ബാങ്ക് കറൻ്റ്ലി ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. 2020 മുതൽ അത് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. നമുക്കിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ചാനലിലായിട്ട് ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിന് ഇവിടെ എത്തിയപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്താണ് ഇത് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മുകളിൽ നിന്ന് താഴെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ചെറിയൊരു സപ്പോർട്ട് ഇവിടെ കിട്ടിയതുകൊണ്ടാണ് ഇവിടെ വന്ന് അതിങ്ങനെ സപ്പോർട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് വാച്ച് ചെയ്യുക ഈ സ്റ്റോക്കിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കുക. ഇത് ഈ സപ്പോർട്ട്, ഈ ചെറിയൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതിനകത്തൊരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നവരെ നമുക്ക് റൺ ചെയ്യാം. അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് താഴേക്ക് പോകുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യാം. ഇനി അതെല്ലാം അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്ത് അത് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, ഈ ഒരു ലൈനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മുകളിൽ കൊണ്ട് വെച്ച് നമുക്കത് റൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി 50 സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ സ്റ്റോക്ക് മുകളിലേക്ക് ലോങ് ടൈമിൽ മുകളിലേക്ക് മാത്രമേ പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കൊരു ലോസ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഒരു 80% പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മളിത് എത്ര നാളത്തേക്കാണ് ഹോൾഡ് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഒരു 4 ആഴ്ച 5 ആഴ്ച 6 ആഴ്ച വരെ നമ്മളിത് ഹോൾഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് കിട്ടാൻ, ഒരു 10% പ്രോഫിറ്റ് കിട്ടാൻ ചിലപ്പോൾ 4-5 ആഴ്ചയിലേക്ക് നമ്മളിത് ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ കുറച്ചൊരു ടൈം കൊടുക്കുക. ഒരു 4-5 അല്ലെങ്കിൽ 6 ആഴ്ചകളൊക്കെ കൊടുത്ത് 1-1.5 മാസം കൊടുത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ റിസ്ക് നമുക്ക് വളരെ കുറവാണ്, റിവാർഡ് ആണെങ്കിൽ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൽ സെറ്റ് ചെയ്യേണ്ട റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രാഡേ ട്രേഡിലൊക്കെ ആണെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുന്നത് 1:2 എന്നുള്ളതാണ്. നമുക്ക് സംഭവിക്കാവുന്ന ലോസ് 1 രൂപയാണെങ്കിൽ കിട്ടേണ്ട പ്രോഫിറ്റ് 2 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുന്നത്. സ്വിംഗ് ട്രേഡിലാകുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാം. ഒരു 1:3 അല്ലെങ്കിൽ 1:4 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യാം. കാരണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു അത്രത്തോളം മുകളിലേക്ക് പോകാനും അത്രത്തോളം നമ്മുടെ പ്രോഫിറ്റ് ഇടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 10-20% ആണ്. ഒരുപെട്ട എല്ലാ സ്റ്റോക്കുകളും 20% ഒക്കെ എത്തുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഫേസ് ഒന്ന് ഷിഫ്റ്റ് ആകാൻ സാധ്യതയാണ്. അതുകൊണ്ട് നമുക്കൊരു 10-20% നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ ടോപ്പ് ലോസറിൽ വന്നിരിക്കുന്ന അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. അടുത്തത് ടാറ്റ സ്റ്റീലുണ്ട്. ടാറ്റ സ്റ്റീൽ ഓൾമോസ്റ്റ് 6% ലോസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ടാറ്റ സ്റ്റീൽ നോക്കാം. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ഓൾറെഡി ഞാനൊന്ന് വരച്ചിട്ടിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ സ്റ്റീലും അങ്ങനൊരു ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ചാനലിൽ കൂടെയാണ് ടാറ്റ സ്റ്റീലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നത് മുകളിലേക്ക് പോകുന്നൊരു ഫേസാണ്. ഇപ്പോൾ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ടാറ്റ സ്റ്റീലിൽ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയി കട്ട് ചെയ്ത് മുകളിലേക്ക് പോകാനും നമുക്ക് പ്രോഫിറ്റ് റൺ ചെയ്യാനും ഒക്കെ നല്ല സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഒരു 4-5 ആഴ്ച കൊണ്ടൊക്കെ 163 നമ്മളിപ്പോൾ ഒരു 100 സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 1-2 മാസം കൊണ്ട് ഒരു 190 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ് ഒരു സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 100 സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2500 രൂപ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ എന്ന് പറയുന്നത് വെറും 16,000 രൂപയാണ്. അപ്പോൾ 16,000 രൂപയ്ക്ക് ഏകദേശം 2500 രൂപ നമുക്ക് പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് ഒരു 20% എറൗണ്ട്, ഏകദേശം ഒരു 15-20 ഇടയ്ക്കുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒരു 1-2 മാസം ഒരു 2 മാസത്തിനകത്ത് നമുക്കിതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. സ്വിംഗ് ട്രേഡിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിയും
ഒരുപാട് ക്ഷമയുമാണ്. അത്യാവശ്യം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വിംഗ് ട്രേഡിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റോക്കുകളിൽ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടാറ്റ സ്റ്റീലിൽ ഇപ്പം ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ടാറ്റ സ്റ്റീൽ നിൽക്കുന്നത്. ആക്സിസ് ബാങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകൾ നമുക്കിവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നിഫ്റ്റി 50 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 80-90% ഉണ്ടാകും. ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് വെക്കുക. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒരു 15-20% ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒരു 5% സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഇതിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് എന്ന് പറയുന്ന ഒരു 500 rupees അല്ലെങ്കിൽ 600 rupeesലൊക്കെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു 1500-2000 വെക്കാം. അപ്പോൾ തുടക്കക്കാരെന്നുള്ള നിലയിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ മാത്രം സ്വിംഗ് ട്രേഡ് ചെയ്ത് പഠിക്കുക. കാരണം വലിയൊരു ലോസ് ഉണ്ടാകാനും നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾക്കതൊരു 4-5 സ്റ്റോക്കുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നഷ്ടവും ലാഭവും എല്ലാം കൂടെ കഴിഞ്ഞൊരു ആവറേജ് നിങ്ങൾക്ക് ഒരു 20% റിട്ടേൺ കിട്ടുകയാണെങ്കിലും മാസം ഒരു 20,000 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും പ്രോഫിറ്റ് കിട്ടുന്നൊരു രീതിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മുടെ മാർക്കറ്റ് പൊതുവെ ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഓൾമോസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെയല്ല, മാർക്കറ്റിന് ചേഞ്ച് ഉണ്ടാവും, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന സമയം ഉണ്ടാവും, കൺസോൾട്ടേഷനിലേക്ക് പോകുന്ന സമയം ഉണ്ടാവും. അപ്പോൾ പക്ഷേ നമുക്ക് ഈ സ്ട്രാറ്റജി നടക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോക്ക് നോക്കി സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യണം. ചില സമയത്തൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കേണ്ട അവസരം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ക്യാപിറ്റൽ കുറവാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഒരു 20% ആണ് ആവറേജ് മന്ത്ലി ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ ഒരു 2,000 രൂപയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ ക്യാപിറ്റൽ വ്യത്യസ്തമാണ്, അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ 10,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് 1 ലക്ഷം രൂപ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് അല്ലെങ്കിൽ ആ റിട്ടേൺ നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ 1-2 പ്രാവശ്യമൊക്കെ കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഒരു വലിയ കാര്യമാണ്. സോ ലോസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്ടെന്ന് ആ വന്ന ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ തയ്യാറാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.